മാത്സുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളിലെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഭാഗം. ഒരു കലണ്ടർ നമുക്ക് നോക്കാം. ഈ കലണ്ടറിൽ ഏതെങ്കിലും 4 സംഖ്യകൾ അടങ്ങിയ ഒരു സമചതുരം എടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ 3, 4, 10, 11 എന്ന് പറയുന്ന ആ ഒരു 4 സംഖ്യകൾ അടങ്ങിയ ആ ഒരു സമചതുരം സ്ക്വയർ കൺസിഡർ ചെയ്യുക. ഈ സ്ക്വയറിലെ 4 സംഖ്യകളിലെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഈ സമചതുരത്തിലെ ഡയഗണൽ പ്രോഡക്ട്സിന്റെ ഡിഫറൻസ് 7 ആണ്. അത് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് ഡയഗണൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആയിട്ട് വന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്, ലൈക്ക് 3 into 11 ആൻഡ് 10 into 4. അതിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. 10 into 4 എത്രയാ? 40. Then 3 into 11 33. ഇവയുടെ ഡിഫറൻസ് എത്രയാ? 40 minus 33 equal to 7. സിമിലർലി അടുത്തൊരു സ്ക്വയർ കൺസിഡർ ചെയ്യുക. ആ സ്ക്വയറിലെ നമ്പേഴ്സ് 5, 6, 12, 13 ആണ്. ഇതൊരു സ്ക്വയർ ആണ്. കലണ്ടറിൽ തന്നെ എടുത്തിട്ടുള്ള, നേരത്തെ പോലെ തന്നെ എടുത്തിട്ടുള്ള ഒരു സ്ക്വയർ ആണ്. ഇവയുടെ ഡയഗണൽ പ്രൊഡക്ട്സിന്റെ ഡിഫറൻസ് നോക്കാം. ദാറ്റ് ഈസ് 12 into 6 equal to 72 ആൻഡ് 5 into 13 equal to 65. അവയുടെ ഡിഫറൻസ് അതായത് 72 minus 65 എത്രയാ? 7. ഇതിനെ നമുക്ക് ആൾജിബ്രൈക് മെത്തേഡിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. Let x be the first number in the square. Then the next number is x plus 1. Then the next number is x plus 7. xന് താഴെയുള്ള നമ്പർ എന്ന് പറയുന്നത് xനേക്കാളും xനോട് 7 ആഡ് ചെയ്യുമ്പോഴാണ് xന് താഴെയുള്ള നമ്പർ കിട്ടുന്നത്. Then next number is x plus 7 plus 1. That is x plus 8. Then ഇവയുടെ ഡയഗണൽ പ്രൊഡക്ട്സിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. That is x plus 1 into x plus 7 equal to x square plus 7x plus x plus 7. That is x square plus 8x. 7x plus x, 8x plus 7. Then അടുത്ത ഡയഗണൽ പ്രൊഡക്റ്റ്, that is x into x plus 8. That is x into x plus 8 equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, x square plus 8x. Then ഇവയുടെ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് എന്ന് പറയുന്നത് x square plus 8x plus 7 minus x square plus 8x. That is x square ക്യാൻസൽ ആവും, 8xഉം 8xഉം ക്യാൻസൽ ആവും, ബാക്കി 7. അപ്പോൾ അവയുടെ ഡിഫറൻസും 7 എന്ന് കിട്ടി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കൺസിഡർ ചെയ്യാം. ഇവയിലെ ഏതെങ്കിലും ഒരു സ്ക്വയർ, 4 നമ്പേഴ്സ് അടങ്ങി ഏതെങ്കിലും ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ലെറ്റ് us കൺസിഡർ ഈ 2, 3, 4, 6 ഈ ഒരു സ്ക്വയർ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 2, 3, 4, 6 ഈ ഒരു സ്ക്വയർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിർത്തിയിട്ടുള്ള ഈ ഒരു സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മുൻപ് ചെയ്ത കലണ്ടർ മാത്സിലെ പ്രോബ്ലംസിൽ നമ്മൾ ഡയഗണൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയഗണൽ സം ആണ്. അതായത് 2 plus 6 or 4 plus 3. അവയുടെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. That is 6 plus 2 equal to 6 plus 2 equal to 8. Then അടുത്ത ഡയഗണൽ സം ഏതാ? 4 plus 3. 4 plus 3 equal to 7. Then the difference equal to 8 minus 7, which is equal to 1. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ തന്നെ അടുത്തൊരു സ്ക്വയർ, 4 നമ്പേഴ്സ് ഉള്ള അടുത്തൊരു സ്ക്വയർ കൺസിഡർ ചെയ്യും. ഇവിടെ എടുത്തിരിക്കുന്ന സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6, 7, 12 ആൻഡ് 14. 6, 7, 12 ആൻഡ് 14 ഈ ഒരു സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവയുടെ ഡയഗണൽ സമ്മിന്റെ ഡിഫറൻസ് നോക്കാം. ദാറ്റ് ഈസ് 6 plus 14, which is equal to 20. Then 12 plus 7, which is equal to 19. Then the difference equal to 1. അപ്പോൾ നേരത്തെ ഡിഫറൻസും 1 ആണ്, ഇപ്പോഴത്തെ ഡിഫറൻസും 1 ആണ്. ആ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു അല്ലേ. ഇൻ ജനറൽ നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ആൾജിബ്രായിക് മെത്തേഡിൽ ഈ ഒരു റിലേഷൻ പ്രൂവ് ചെയ്ത് നോക്കാം. That is our numbers are x
2x, 3x. Multiplication table ആണ്. അപ്പോൾ x, first number x, then 2x, 3x, അങ്ങനെ 9x. then x-ന് താഴെയുള്ള നമ്പർ ഏതാ? x plus 1. തൊട്ട് താഴെയുള്ള നമ്പർ ഒന്നും കൂടിയതാണ്. that is x plus 1. then 9ന്റെ multiplication table. that is x plus 1, 2 into x plus 1, 3 into x plus 1, then etc. up to 9 into x plus 1. നമ്മൾ മുൻപ് കൺസിഡർ ചെയ്ത ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുകയാണ്. 4 നമ്പേഴ്സുള്ള ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുകയാണ്. ഏതൊക്കെയാണ് 4 നമ്പേഴ്സ്? 3x, then 4x, 3 into x plus 1, then 4 into x plus 1. ഇതിന്റെ ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ സമ്മിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. അത് 1 ആണോ എന്ന് നമുക്ക് നോക്കാം. that is 3x plus 4x plus 4 which is equal to 7x plus 4. then next diagonal sum എന്ന് പറയുന്നത് 4x plus 3 into x plus 1. that is 4x plus 3 into x plus 1 equal to bracket open ചെയ്യുമ്പോൾ 4x plus 3x plus 3 which is equal to 7x plus 3. then their difference is equal to 1. then 7x and 7x cancel out. then 4 minus 3 എത്രയാ? 1. അപ്പോൾ നമ്മൾ ആ ഡിഫറൻസ് പ്രൂവ് ചെയ്തു. 1 ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ? then ഇത് നമുക്ക് ഒന്നുകൂടി ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്ത് നോക്കാം. that is we are considering a square in the multiplication table. in that square the first number is yx, then the next number is y plus 1 into x. multiplication table ആണ്. then the next row ലെ first number എന്ന് പറയുന്നത് y into x plus 1, then the next number y plus 1 into x plus 1. ഇതിന്റെ ഡയഗണൽ സമ്മിന്റെ ഡിഫറൻസ് നോക്കാം. ഡയഗണൽ സം എന്ന് പറയുന്നത് yx plus y plus 1 into x plus 1, yx plus y plus 1 into x plus 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ yx plus yx plus y plus x plus 1 which is equal to 2yx plus y plus x plus 1. then next diagonal sum, that is y into x plus 1 plus y plus 1 into x, y plus 1 into x plus y into x plus 1 which is equal to yx plus x plus yx plus y which is equal to 2yx plus x plus y. then their difference എത്രയാ? 2yx ഉം 2yx ഉം cancel ആവും. yx, y plus x ഉം y plus x ഉം cancel ആവും. then the difference equal to 1. we know that y plus 1 into x plus 1 equal to yx plus y plus x plus 1. ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്കൊന്ന് നോക്കാം. that is 21 into 31. അത് നമുക്ക് 20 plus 1 into 30 plus 1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് അതിനെ ഒന്ന് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തൊന്ന് എഴുതിയാൽ 20 into 30 plus 20 plus 30 plus 1. then 20 into 30, 600. 20 plus 30, 50. 1, 1. Then the answer is equal to 651. Find 22 into 32. ആൻസറിലേക്ക് പോകാം. 22 into 32 is equal to 20 into 30 plus 20 plus 30 into 2 plus 2 square is equal to 600 plus 50 into 2 plus 4 is equal to 600 plus 100 plus 4 is equal to 704. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എങ്ങനെ ജനറലൈസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതാമെന്ന് നോക്കാം. ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജർ എക്സ് ആൻഡ് വൈ, പ്രൊഡക്റ്റ് ഓഫ് 2 ആഡഡ് ടു ഈച്ച് ഇൻറ്റിജർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ഇൻറ്റിജേഴ്സ് ആൻഡ് 4 ആഡഡ് ടു ട്വൈസ് ദ സം ഓഫ് ദ ഇൻറ്റിജേഴ്സ്. അത് മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ y plus 2 into x plus 2 is equal to yx plus y plus x into 2 plus 4. Next question, find 23 into 33.
Answer 23 into 33 is equal to 20 into 30 plus 20 plus 30 into 3 plus 3 square is equal to 600 plus 50 into 3 plus 9 is equal to 600 plus 150 plus 9 is equal to 759. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ എഴുതാം നോക്കാം. ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ, പ്രൊഡക്റ്റ് ഓഫ് 3 ആഡഡ് ടു ഈച്ച് ഇൻറ്റിജർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ഇൻറ്റിജേഴ്സ് ആൻഡ് 9 ആഡഡ് ടു എ ട്വൈസ് ദ സം ഓഫ് ദിസ് ഇൻറ്റിജേഴ്സ്. ഫൈൻഡ് 24 into 34. 24 into 34 is equal to 20 into 30 plus 20 plus 30 into 4 plus 4 square is equal to 600 plus 50 into 4 plus 16 is equal to 600 plus 200 plus 16 is equal to 816. സെയിം മെത്തേഡിലാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതിയിരിക്കുന്നത്. അതൊരു ഓൾജിബ്രായിക് ഫോമിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജർ എക്സ് ആൻഡ് വൈ, പ്രൊഡക്റ്റ് ഓഫ് എ ആഡഡ് ടു ഈച്ച് ഇൻറ്റിജർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ഇൻറ്റിജേഴ്സ് ആൻഡ് എ സ്ക്വയർ ആഡഡ് ടു എ ടൈംസ് ദി സം ഓഫ് ദ ഇൻറ്റിജർ. അത് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതുമെന്ന് നോക്കാം. y plus a into x plus a is equal to yx plus y plus x into a plus a square. അടുത്തതായിട്ട് ഒരു എക്സസൈസ് പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് നമ്പേഴ്സ് ലൈക്ക് ദിസ്. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് പോലെ നമ്പേഴ്സ് എഴുതുക. 1 2 3 4 5 6 7 8 9 10 etc. up to 21 22 23 24 25. ആ ബോക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. as in the calendar mark 4 numbers in a square and find the difference of the diagonal products. Is it same for all square of 4 numbers? Second sub question, explain why this is so using algebra. Third sub question, instead of a square of 4 numbers, take a square of 9 numbers and mark only the numbers at the 4 corners. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 8 9 10 13 14 15 80 90 20. What is the difference of diagonal product? Explain using algebra. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് 1 2 6 7 എന്ന നമ്പേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ക്വയറാണ്. ആ നമ്പേഴ്സിൻ്റെ ഡയഗണൽ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുക. Therefore 6 into 2 is equal to 12 and 7 into 1 is equal to 7. അവർ തമ്മിലുള്ള ഡിഫറൻസ് is equal to 12 minus 7 is equal to 5. നെക്സ്റ്റ് ഒരു സ്ക്വയറും കൂടി കൺസിഡർ ചെയ്യുക. 4 5 9 10 എന്ന നമ്പേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ക്വയർ. അവർ തമ്മിലുള്ള ഡയഗണൽ പ്രൊഡക്ട്സ് നോക്കാം. 9 into 5 is equal to 45 and 10 into 4 is equal to 40. അവർ തമ്മിലുള്ള ഡിഫറൻസ് is equal to 45 minus 40 is equal to 5. സ്ക്വയറും കൂടി കൺസിഡർ ചെയ്യുക. 19 20 24 25 എന്ന നമ്പേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ക്വയർ. അവർ തമ്മിലുള്ള ഡയഗണൽ പ്രൊഡക്ട്സ് നോക്കാം. 24 into 20 is equal to 480 and 19 into 25 is equal to 475. അവർ തമ്മിലുള്ള ഡിഫറൻസ് 480 minus 475 is equal to 5. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ആ പാറ്റേൺ ഒരു ഓൾജിബ്രായിക് ഫോമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് നമ്പർ എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് റൈറ്റിലുള്ള നമ്പറിനെ എക്സ് പ്ലസ് 1 എന്ന് എടുത്തിരിക്കുന്നു. എക്സിൻ്റെ തൊട്ടടിയിലുള്ള നമ്പറിനെ എക്സ് പ്ലസ് 5 എന്നും എക്സ് പ്ലസ് 5ൻ്റെ റൈറ്റിലുള്ള നമ്പറിനെ എക്സ് പ്ലസ് 6 എന്നും എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഡയഗണൽ പ്രൊഡക്ട്സ് നോക്കാം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 is equal to x square
plus 5x plus x plus 5 is equal to x square plus 6x plus 5. x into x plus 6 is equal to x square plus 6x. അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 6x. അവർ തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 0 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 5. തേർഡ് സബ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന ടേബിൾ 8, 9, 10, 13, 14, 15, 18, 19, 20 എന്ന നമ്പേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ടേബിളാണ്. ആ ടേബിളിൻ്റെ 4 കോർണേഴ്സിലുള്ള നമ്പേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 8, 10, 18, 20. അവർ തമ്മിലുള്ള ഡയഗണൽ പ്രൊഡക്ട്സ് നോക്കാം. 18 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 180. 20 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 160. അവർ തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 160 ഈസ് ഈക്വൽ ടു 20. ഒരു ഓൾജിബ്രൈക്ക് ഫോമിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുക്കുന്നു. അതിന് റൈറ്റ് സൈഡ് എക്സ് പ്ലസ് 2 എന്ന നമ്പർ എടുക്കുന്നു. എക്സിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പറിന് എക്സ് പ്ലസ് 10 എന്നും എക്സ് പ്ലസ് 10ൻ്റെ റൈറ്റ് സൈഡ് എക്സ് പ്ലസ് 12 എന്നും എടുക്കുന്നു. അവർ തമ്മിലുള്ള ഡയഗണൽ പ്രൊഡക്റ്റ് നോക്കാം. എക്സ് പ്ലസ് 10 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് പ്ലസ് 10 എക്സ് പ്ലസ് 20 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 12 എക്സ് പ്ലസ് 20. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 12x. Therefore, x plus 10 into x plus 2 is equal to x square plus 12x plus 20. x into x plus 12 is equal to x square plus 12x. അവർ തമ്മിലുള്ള ഡിഫറൻസ് is equal to 20.